സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും വീടും ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും നൽകാൻ LDF സർക്കാരിന്റെ തീരുമാനം. സർക്കാരിന്റെ 100ാം ദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടക്കും. സംസ്ഥാനത്തെ മുഴുവൻ ഭൂരഹിതർക്കും ഭൂമിയും വീടില്ലാത്തവർക്ക് വീടും നൽകാനുള്ള പദ്ധതിയാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത്. ഭൂമിയുള്ളവരും എന്നാൽ വീടില്ലാത്തവരുമായവർക്ക് വീട് നിർമ്മിച്ചു നൽകാനും സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് അവരുടെ തൊഴിൽ മേഖലകളിൽ തന്നെ വീട് നിർമ്മിച്ചു നൽകും. സ്ഥലപരിമിതി ഉള്ളിടത്ത് ഫ്ളാറ്റുകൾക്കായിരിക്കും മുൻഗണന നൽകുക. 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് കക്കൂസില്ലാത്ത മുഴുവൻ വീടുകളിലും കക്കൂസ് നിർമ്മിച്ചു നൽകാനും തീരുമാനമുണ്ട്. ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്രത്യേക പദ്ധതികൾക്കും രൂപം നൽകും. സർക്കാരിൻ്റെ 100ാം ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഓരോ വകുപ്പും തിരിച്ചു നടപ്പാക്കേണ്ട പദ്ധതികളും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. പ്രഖ്യാപിച്ചവ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള കർമ്മ പദ്ധതികൾക്കും സർക്കാർ രൂപം നൽകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളത്തിൽ റെയിൽ പാളങ്ങളിൽ 202 ഇടത്ത് വിള്ളലുകളുണ്ടെന്ന് ഓൾ ഇന്ത്യ റെയിൽവേ എഞ്ചിനീയേഴ്സ് ഫെഡറേഷൻ. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും മേലധികാരികൾ സ്വീകരിക്കുന്നത് അനങ്ങാപ്പാറ നയമാണ്. അപകടമുണ്ടാകുമ്പോൾ കീഴുദ്യോഗസ്ഥരെ ബലിയാടാക്കുകയാണ്. ഇത് സംബന്ധിച്ച് എഞ്ചിനീയേഴ്സ് ഫെഡറേഷൻ ഉന്നതതല അന്വേഷണ സംഘത്തിന് മൊഴി നൽകും. അതേസമയം ചില കേന്ദ്രങ്ങൾ വഴി കടന്നു പോകുമ്പോൾ ട്രെയിനിന്റെ വേഗത കുറയ്ക്കണമെന്ന് ഡിവിഷൻ മാനേജർ സ്റ്റേഷൻ മാസ്റ്റർമാർക്ക് നിർദ്ദേശം നൽകി. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കീഴുദ്യോഗസ്ഥരെ ബലിയാടാക്കുകയാണ് എന്ന ആരോപണമുയർത്തിയാണ് എഞ്ചിനീയറിംഗ് ഫെഡറേഷൻ പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. പത്രക്കുറിപ്പിൽ ഇപ്രകാരം വിവരിക്കുന്നു. 4 മാസത്തെ ഇടവേളകളിൽ അൾട്രാസോണിക് മെഷീനുകൾ ഉപയോഗിച്ച് പാളങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്ന രീതി റെയിൽവേയിലുണ്ട്. അപകടകരമായ വിള്ളലുകളോ മറ്റോ പാളത്തിൽ കണ്ടെത്തിയാൽ 3 ദിവസത്തിനുള്ളിൽ അടിയന്തരമായി മാറ്റിസ്ഥാപിക്കേണ്ട ഗണത്തിൽ അവ പെടും. ആ ഗണത്തിൽപ്പെടുന്ന 202 ഇടങ്ങൾ കേരളത്തിലാകെയുണ്ടെന്നാണ് പത്രക്കുറിപ്പിൽ ഫെഡറേഷൻ വ്യക്തമാക്കുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മേലുദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരം പ്രദേശങ്ങളെത്തുമ്പോൾ ട്രെയിനിന്റെ വേഗത പരിമിതപ്പെടുത്തിയാണ് അപകടങ്ങൾ ഉണ്ടാകാതെ രക്ഷപ്പെടുന്നത്. പാളത്തിലെ വിള്ളൽ ശാശ്വതമായി പരിഹരിക്കാതെ ഇപ്രകാരം ഓട്ടം തുടരുന്നത് ചിന്തിക്കാനാകാത്ത അത്രയും വലിയ അപകടത്തെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാകും. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് പാളം തെറ്റിയ കറുകുറ്റി 202-ൽ 1 മാത്രമാണ്. പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ കേരളത്തിലാകെ 150 കിലോമീറ്ററോളം പാളം പുനഃസ്ഥാപിക്കേണ്ടി വരും. അതിന് ചിലവാകുന്ന ഭീമമായ തുക കേന്ദ്രം കേരളത്തിന് അനുവദിക്കാനിടയില്ല. അതേസമയം തൃശൂർ, ചാലക്കുടി, അങ്കമാലി ഉൾപ്പെടെ ഷൊർണൂർ മുതൽ കൊച്ചി വരെ ചില കേന്ദ്രങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ട്രെയിനുകളുടെ വേഗത മണിക്കൂറിൽ 30 കിലോമീറ്ററായി പരിമിതപ്പെടുത്താൻ ഡിവിഷൻ മാനേജർ സ്റ്റേഷൻ മാസ്റ്റർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാളങ്ങൾ കാലപ്പഴക്കം ചെന്നവയെന്നും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുന്നറിയിപ്പുമായി റെയിൽവേയുടെ ഈ നിർദ്ദേശത്തെ കാണാനാകൂ. പാളം നവീകരണത്തിനും പാത ഇരട്ടിപ്പിക്കലിനുമൊക്കെയായി കേരളം മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകളെ മുമ്പ് പല തവണ സമീപിച്ചിരുന്നു. അപ്പോഴെല്ലാം കേന്ദ്രം കൈമലർത്തുകയാണ് ചെയ്തത്. അതിൻ്റെ തൽഫലമായി വേണം ഇപ്പോൾ ഈ അപകടത്തെ നോക്കിക്കാണാൻ. കേന്ദ്രം ഇനിയും ഈ അപകടം തുടർന്നാൽ കേരളം വലിയ അപകടത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാകും. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. ഉത്തർപ്രദേശിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട 12 വയസ്സുകാരൻ അച്ഛന്റെ ചുമലിൽ കിടന്ന് മരിച്ചു. കാൺപൂരിലാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമുണ്ടായത്. ഞായറാഴ്ച മുതൽ കടുത്ത പനി ബാധിച്ച അൻഷിനെ വീടിനടുത്ത ക്ലിനിക്കിലെത്തിച്ചെങ്കിലും കുറയാത്തതിനാൽ അച്ഛൻ സുനിൽ കാൺപൂരിലെ ലാലാ ലജ്പത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ മകന്റെ രോഗാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരുന്ന ഡോക്ടർമാർ കുറച്ച് അകലെയുള്ള കുട്ടികളുടെ മെഡിക്കൽ സെന്ററിൽ കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു. 1/2 കിലോമീറ്റർ അകലെയുള്ള സെന്ററിലേക്ക് മകനെയും ചുമലിലേറ്റി നടന്നെത്തുമ്പോൾ സുനിൽ അറിഞ്ഞിരുന്നില്ല പൊന്നോമനപുത്രൻ തന്റെ ചുമലിൽ കിടന്ന് യാത്രയായെന്ന്. മകൻ മരണപ്പെട്ട അച്ഛന്റെ വിലാപങ്ങൾക്കോ തേങ്ങലുകൾക്കോ കാതുകൊടുക്കാതെ മൃതദേഹം വീട്ടിലെത്തിക്കാനും ആ അച്ഛനെ ആരും സഹായിച്ചില്ല. നിശ്ചലമായ മകന്റെ ശരീരവുമായി ആ പിതാവ് വീട്ടിലേക്ക് പോയതും ചുമലിലേറ്റി തന്നെ. ഇന്ത്യയിലെ ദുരന്ത കാഴ്ചകൾക്കിടയിൽ മറ്റൊന്നുകൂടി മാത്രം. ന്യൂസ് ഡെസ്ക്. ഒഡീഷയിലെ ഉത്കൽ സർവകലാശാലയിൽ പെൺകുട്ടികളെ ശല്യപ്പെടുത്തിയ അധ്യാപകനെ വിദ്യാർത്ഥിനികൾ കൈകാര്യം ചെയ്തു. സംഭവത്തിന്റെ വീഡിയോ പെൺകുട്ടികൾ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ശല്യക്കാരനായ അധ്യാപകനെ പോലീസിന് കൈമാറി. ക്ലാസ് വിട്ട് ഹോസ്റ്റലിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥികളോട് കൂടെ വരുന്നോ എന്ന് ചോദിച്ച ഞരമ്പ് രോഗിയായ അധ്യാപകനെയാണ് പെൺകുട്ടികൾ കൈകാര്യം ചെയ്തത്. അരിശം തീരുവോളം മർദ്ദിച്ച അധ്യാപകനെ പെൺകുട്ടികൾ തന്നെ പോലീസിന് കൈമാറി. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വാദിക്കുകയും പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന അനുഭവത്തെക്കുറിച്ച് വീഡിയോ അടക്കം പെൺകുട്ടികൾ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. സർവകലാശാലയിൽ ട്യൂട്ടറായ വിനോദ് കുമാർ സാഹുവാണ് പെൺകുട്ടികളോട് മോശമായി പെരുമാറിയത്. ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോവുകയായിരുന്നു പെൺകുട്ടികളോട് മോശമായി പെരുമാറിയ വിനോദ് കുമാർ സാഹു നടന്നു പോവുകയും ചെയ്തു. പെൺകുട്ടികൾ ഹോസ്റ്റലിലുള്ള കൂട്ടുകാരികളെ വിളിച്ചു വരുത്തിയ ശേഷം വിനോദ് കുമാർ സാഹുവിനെ ക്യാമ്പസിൽ തിരഞ്ഞു കണ്ടുപിടിച്ചാണ് കൈകാര്യം ചെയ്തത്.
മുളവടികളും കയ്യിൽ പിടിച്ചാണ് പെൺകുട്ടികൾ ഇയാളെ നേരിട്ടത്. പരസ്യമായി ജനങ്ങൾക്കിടയിലിട്ടാണ് ഇയാളെ പെൺകുട്ടികൾ കൈകാര്യം ചെയ്തത്. ഉത്കൽ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് ട്യൂഷൻ നൽകുന്നയാളാണ് വിനോദ് കുമാർ സാഹ. ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ആദ്യം പെൺകുട്ടികൾ മോശം പെരുമാറ്റം അവഗണിച്ചെങ്കിലും ഇയാൾ ബൈക്കിൽ പിന്നാലെയെത്തി വീണ്ടും മോശമായി സംസാരിക്കുകയും കൂടെ ചെല്ലാൻ പറയുകയുമായിരുന്നു. അടുത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അടുത്തേക്ക് വന്നപ്പോൾ ഇയാൾ ബൈക്ക് ഓടിച്ചു പോവുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് പെൺകുട്ടികൾ ഇയാളെ തെരഞ്ഞുപിടിച്ചെത്തി കൈകാര്യം ചെയ്തത്. ഇയാളെ പിന്നീട് പോലീസിനെ വിളിച്ചു വരുത്തി കൈമാറുകയും ചെയ്തു. ഇവർ തന്നെ ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ പുറം ലോകത്തെ അറിയിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്. ഭൂമിയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയെന്ന അവകാശവാദവുമായി ഇന്തോനേഷ്യയിലെ ജാവയിൽ നിന്നും ഒരു മുതുമുത്തശ്ശൻ. തനിക്ക് 145 വയസ്സുണ്ടെന്നാണ് എംബോ ഗോതോ എന്നയാൾ അവകാശപ്പെടുന്നത്. ഇസ്രായേലുകാരനായ ക്രിസ്റ്റലാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുത്തശ്ശൻ. 112 വയസ്സാണ് ഇദ്ദേഹത്തിന്റെ പ്രായം. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി താനാണെന്ന് വാരാണസിയിലെ ഒരു സ്വാമിയും അടുത്തിടെ അവകാശപ്പെട്ടിരുന്നു. ഏതാണ്ട് 120 വയസ്സുണ്ട് സ്വാമിക്ക് എന്നാണ് അവകാശവാദം. എന്നാൽ 145 വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധൻ ഇന്തോനേഷ്യയിലെ ജാവയിലുണ്ടെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്തോനേഷ്യയിലെ മധ്യ ജാവയിൽ സ്രാഗനിലെ എംബാഗോത്തോ എന്ന 145-കാരനാണ് ഭൂമിയിൽ ഇതുവരെ ജീവിച്ചതിൽ ഏറ്റവും പ്രായമുള്ളയാൾ എന്ന ഖ്യാതിക്ക് അവകാശമുന്നയിക്കുന്നത്. കേവലമായ അവകാശവാദമല്ല ഗോത്തോയുടേത്. പ്രായം തെളിയിക്കുന്ന ഔദ്യോഗിക രേഖ ദ ടെലിഗ്രാഫ് റിപ്പോർട്ടർക്ക് അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളിൽ ഒരാൾ കൈമാറി. രേഖപ്രകാരം 1870 ഡിസംബർ 31 ഗോത്തോയുടെ ജന്മദിനം. 112 വയസ്സ് തികഞ്ഞ 1992 ഗോത്തോയുടെ നിർദ്ദേശപ്രകാരം ശവക്കല്ലറ ഒരുക്കി. എന്നാൽ മരണം അനുഗ്രഹിക്കുന്നില്ല എന്നാണ് ഗോത്തോയ്ക്ക് പരാതി. ഇപ്പോൾ കാഴ്ചയ്ക്ക് മങ്ങലുണ്ട്. ടെലിവിഷൻ കാണുന്നത് നിർത്തി മിക്ക സമയം റേഡിയോ കേട്ടിരിക്കും. കഴിഞ്ഞ 3 മാസമായി കുളിക്കാനും ഭക്ഷണം കഴിക്കാനും പരസഹായം വേണം. മരിക്കുക മാത്രമാണ് തന്റെ ആഗ്രഹമെന്ന് പറയുന്ന ഗോത്തോ ദീർഘായുസിന്റെ രഹസ്യം ക്ഷമയാണെന്നും കൂട്ടിച്ചേർക്കുന്നു. അതേസമയം സ്വതന്ത്രമായ പരിശോധനയ്ക്ക് ശേഷമേ ഗോത്തോയുടെ അവകാശവാദത്തിന് ഔദ്യോഗിക അംഗീകാരമാകൂ. ഔദ്യോഗിക രേഖകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുത്തശ്ശിയായ 116 വയസ്സുള്ള സൂസന്ന മഷാറ്റ് ജോൺസ് അടുത്തിടെയാണ് അന്തരിച്ചത്. ഇന്തോനേഷ്യയിൽ കാണുന്ന ഒരിനം പഴവർഗ്ഗ സസ്യമാണ് സലാക്ക. മലേഷ്യയിൽ നിന്നുമാണ് ഈ വിദേശി പഴം കേരളത്തിലെത്തിയത്. തേൻവരിക്കയ്ക്ക് തുല്യം നിൽക്കുന്ന രുചിയുള്ള ഇതിന്റെ പഴം അന്താരാഷ്ട്ര വിപണിയിൽ പ്രിയങ്കരമാണ്. കേരളത്തിൽ അടുത്തിടെ ഫലം തന്നു തുടങ്ങിയ ഇന്തോനേഷ്യൻ ഫലസസ്യമാണ് സലാക്ക. പനവർഗ്ഗത്തിൽപ്പെട്ട ഇവ 2 ആൾ ഉയരത്തിൽ വരെ വളരാറുണ്ട്. പഴങ്ങളുടെ പുറംതൊലിക്ക് പാമ്പിന്റെ രൂപവുമായി സാമ്യം തോന്നുന്നതിനാലാണ് സ്നേക്ക് ഫ്രൂട്ട് എന്ന പേര് ലഭിച്ചത്. പഴങ്ങൾക്കുള്ളിൽ വെള്ള നിറത്തിലുള്ള അല്ലികളുണ്ടാകും. ഇവയ്ക്ക് നല്ല മധുരവും സുഗന്ധവുമുണ്ട്. പ്രോട്ടീൻ, ബീറ്റാ കരോട്ടീൻ, തയാമിൻ, ഇരുമ്പ്, കാൽസ്യം തുടങ്ങിയ പോഷകങ്ങൾ പഴങ്ങളിൽ സമൃദ്ധമായി അടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ കാലാവസ്ഥ സലാക്ക കൃഷിക്ക് അനുയോജ്യമാണ്. ഇവയുടെ ഇലത്തണ്ടുകളിൽ മുള്ളുകളുള്ളതിനാൽ തോട്ടത്തിനരികിൽ വേലി പോലെ നടാം. നേരിയ ജലാംശവും വളക്കൂറുമുള്ള മണ്ണുമാണ് കൃഷിക്ക് അനുയോജ്യം. ജനുവരി മാർച്ച് മാസങ്ങളിലാണ് പഴക്കാലം. പഴത്തിന് ഇന്തോനേഷ്യൻ 100 രൂപയാണ് വില. ഗൾഫ് ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്ന സലാക്ക പഴത്തിന്റെ മാംസള ഭാഗത്തിന് മാധുര്യമേറും. വിത്തുമുളച്ചുണ്ടാകുന്ന തൈകളാണ് നടീൽ വസ്തു. ഇവ ജൈവവളങ്ങൾ ചേർത്ത് നട്ട് പരിചരിക്കണം. ആർദ്രമായ കാലാവസ്ഥയാണ് ചെടിക്ക് അനുയോജ്യം. വേനൽക്കാലത്ത് ജലസേചനം ആവശ്യമാണ്. 3-4 വർഷത്തിനുള്ളിൽ സലാക്ക ഫലം തന്നു തുടങ്ങും. ഒരു ചെടിയിൽ നിന്ന് 2 കിലോയോളം വിളവെടുക്കാം. തവിട്ട് നിറമുള്ള പഴത്തിന് സാമാന്യം നല്ലൊരു മാങ്ങയുടെ വലിപ്പമുണ്ടാകും. ഓറഞ്ചിനേക്കാൾ പോഷകമൂല്യവുമുണ്ട്. വേനൽക്കാലമാണ് പ്രധാന പഴക്കാലമെങ്കിലും വർഷം മുഴുവൻ കായ്കൾ ഉണ്ടാകുന്ന സ്വഭാവം ഇവയ്ക്കുണ്ട്. ഇടുക്കി, വയനാട്, പത്തനംതിട്ട, കണ്ണൂർ, തൃശൂർ തുടങ്ങിയ ജില്ലകളിലെ വനപ്രദേശങ്ങളിൽ സമൃദ്ധമായി വളരും. വരണ്ട പ്രദേശങ്ങൾ ഈ കൃഷിക്ക് അത്ര അനുകൂലമല്ല. ന്യൂസ് ഡെസ്ക്.